അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, കാരുണ്യത്തിന്റെ പത്തിലൂടെയാണ് വിശുദ്ധമായ റമളാനിൽ നാം നോമ്പുകാരായി നിലകൊള്ളുന്നത്. അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കരുണ ചൊരിയണമെങ്കിൽ സത്യവിശ്വാസികളായ നമ്മൾ ജനങ്ങളോട്, സൃഷ്ടിജാലങ്ങളോട് കരുണയുള്ളവരായി നമ്മൾ മാറണം. ലോകത്ത് വിശ്വാസികളോടോ അവിശ്വാസികളോടോ നിരീശ്വരവാദികളോടോ യുക്തിവാദികളോടോ എന്നല്ല, ഏത് ജീവജാലങ്ങളോടും മനുഷ്യരോടുമൊക്കെ നമ്മൾ കരുണയോടുകൂടി വർത്തിച്ചാൽ തീർച്ചയായും അതിന്റെ പ്രതിഫലം അല്ലാഹു നൽകുമെന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കാരുണ്യത്തിന്റെ കവാടം നമ്മൾ ഓരോരുത്തരും തുറക്കണം. നമ്മുടെയൊക്കെ ഹൃദയത്തിൽ മറ്റുള്ളവരോട് സ്നേഹാനുഭൂതി കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിക്കണം. ഷഹ്റുൽ മുവാസാത്ത് എന്ന ഒരു പേര് കൂടി പരിശുദ്ധമായ റമളാനിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പരസ്പര സ്നേഹാനുഭൂതിയുടെ, സഹകരണത്തിന്റെ, വിട്ടുവീഴ്ചയുടെ, ജനങ്ങളോടുള്ളതാകുന്ന സൗഹാർദ്ദത്തിന്റെ ഒക്കെ ഒരു മാസം കൂടിയാണ് പരിശുദ്ധമായ റമളാൻ. നോമ്പുതുറ സൽക്കാരങ്ങൾ നടത്തുക, അതൊക്കെ കിറ്റ് മുഖേന മറ്റുള്ളവരിലേക്ക്, പാവപ്പെട്ടവരിലേക്ക് വിഭവങ്ങൾ എത്തിച്ചുകൊണ്ടാകുക, ബന്ധുക്കളിൽ കൂട്ടി ഉറപ്പിക്കുക, ആ ബന്ധങ്ങളെ ശ്ലാഘനീയമാക്കുവാനും കൂടുതൽ ഊഷ്മളമാക്കുവാനും ഇത്തരത്തിലുള്ളതാകുന്ന സഹായ സഹകരണങ്ങൾ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് എല്ലാ ജീവജാലങ്ങൾക്കും കാരുണ്യം വാരി വിതറാൻ പരിശുദ്ധമായ ഈ റമളാൻ കൊണ്ട് നമുക്ക് സാധിക്കട്ടെ. പ്രത്യേകിച്ച് ആദ്യത്തെ 10 അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ളവർക്ക്, സൃഷ്ടികൾക്ക് കാരുണ്യം ചൊരിയുന്നതിലൂടെ റബ്ബിന്റേതാകുന്ന കാരുണ്യം വാങ്ങിയെടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ.